ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫുഡീസ് ഇൻ ടൗൺ. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായല്ലേ വീഡിയോ ചെയ്തിട്ട്, ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കാലമായി നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അത് വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കുറച്ച് കാലമായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. അതാണ് എനിക്കിതൊന്നും മെമ്മറബിൾ ആക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീഡിയോ കറക്റ്റായില്ലെങ്കിലും എപ്പോഴെങ്കിലും എനിക്കെങ്കിലും എടുത്ത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇത് എങ്ങനെയാവും, എന്താവും നടക്കുക എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയായിരിക്കും ഇത് പോവുക, ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ, പോസ്റ്റ് ചെയ്യുമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 12 മണി സമയത്താണ്. നമ്മളിന്ന് രാത്രിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ബാക്കി എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പകുതി ആയിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ, പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എടുക്കുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഇറങ്ങാൻ നേരത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം ഒരു 9:45 നമ്മളങ്ങനെ ക്യാബിൽ കയറി. ഇറങ്ങാൻ നേരത്തെ ആകപ്പാടൊരു ധൃതിയായിരുന്നു, ആകപ്പാടൊരു ടെൻഷൻ കാരണം വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. നമ്മളൊരു 10 ദിവസത്തേക്കാണ് ഈ ട്രിപ്പിന് വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാം എടുത്തില്ലേ, വീടടച്ചില്ലേ, ബൂട്ടിയില്ലേ എന്നൊക്കെയുള്ള തിരക്കൊക്കെ കാരണം ആ സമയത്ത് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല. പിന്നെ ഇതൊന്നും പതിവുള്ള കാര്യങ്ങളല്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അത് കാരണം എല്ലാം മറന്നു പോയിരുന്നു. നമ്മളിത് ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 3:45 നമ്മളൊരു 10:30 ആയപ്പോഴേക്കും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ തീർത്തിട്ട് വരാം. ഞങ്ങളിവിടെ എയർപോർട്ടിലെത്തി, എല്ലാ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്ലൈറ്റ് 1 അവർ ഏകദേശം ഡിലേ ആണ്. അപ്പോൾ ഇനി അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഡിലേ ആയത് കാരണം 5:15 ഫ്ലൈറ്റ് എടുത്തത്. ഒരു 4:45 ബോർഡിങ്ങിന് തുടങ്ങിയത്. അപ്പോഴേക്കും വയ്യാതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ്, ഇവിടുന്ന് ദോഹയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അതിലുള്ള കുറച്ച് ക്ലിപ്സാണ് ഇത് കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത് ഞങ്ങൾ ദോഹയിൽ നിന്ന് ഡബ്ലിനിക്കുള്ള ഫ്ലൈറ്റിലെ ഫുഡ് വീഡിയോസൊക്കെയാണ്. അപ്പോഴാണ് ഞാനൊന്ന് ഏകദേശം ഉറങ്ങി എണീറ്റ് വന്നത്. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു, വയറ് നിറച്ച് കഴിച്ചു. അപ്പോൾ പിന്നെ അതിന് മുന്നുള്ള വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഡബ്ലിനിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ ബ്രദറിൻ ലോയും ഫാമിലിയൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ഏകദേശം ഒരു 7 മണിക്കൂറിലധികം ട്രാവലിംഗ് ഉണ്ട് കേട്ടോ ദോഹ ടു ഡബ്ലിൻ. അപ്പോൾ നമ്മൾ മൂവിയൊക്കെ കണ്ടു, കുറേ ഗെയിം കളിച്ചു, എന്തൊക്കെയൊക്കെയോ കുറേ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിനകത്ത്. നമ്മൾ ഏകദേശം ഒരു 6 മണി ആയപ്പോൾ ഡബ്ലിനിൽ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു, അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തെത്തിയപ്പോൾ ഏകദേശം ഒരു 7 മണിയായി ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുട്ടി വീഡിയോ പ്രോപ്പറായിട്ടൊന്നും എടുത്തിട്ടില്ല. കുറേ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാം, പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ വരുന്ന കാര്യം ഒരാൾക്ക് മാത്രം സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ എൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കണ്ടിട്ട് പോണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു. ഹായ് ഉണ്ണി. എങ്ങനെ ഇവിടെ വന്നേ? വരാൻ പറഞ്ഞു.